റോക്കി ആദ്യമായി നായകനാവുന്നു, അതുപോലെ നാദിറയാണ് നായിക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോക്കിയും ചിലപ്പോൾ ഇതിൽ നായകനായിരിക്കാം, എനിക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ റോക്കിയും നായകനായിരിക്കാം. പക്ഷെ റോക്കി ഇൻഡിപെൻഡന്റ് ആയിട്ട് നായകനായിട്ട് വരാൻ പോകുന്ന മറ്റു വലിയൊരു സിനിമ ഉണ്ടാവും ഭാവിയിൽ, അതിനെ അഫക്ട് ചെയ്യുന്ന പോലെ വന്നിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കമന്റുകൾ ഈ മീഡിയയിൽ വന്നതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ്സ് ആണ് ഇതിനകത്ത് മുഴുവൻ കമന്റ്സ് ആണ്. അതെ, ഇതിൽ വന്നിരിക്കുന്നത് റോക്കിയെയും അതുപോലെ തന്നെ നാദിറയും പരാമർശിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട്. അത് കൂടാതെ പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിനെയും അതിൽ വരച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നാദിറയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു കൂട്ടം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതായി ഞാൻ കാണുന്നുണ്ട്. നാദിറ ആദ്യമായി നായികയായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷൻ, നായിക അല്ല നാദിറ ഈ സിനിമയിൽ. നാദിറ ഈ സിനിമയിലെ നായിക അല്ല. ഒന്ന്, ഇനി ആണെങ്കിൽ തന്നെ നാദിറ നായിക ആണെങ്കിൽ തന്നെ ഇത്രയും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, എല്ലാത്തിൻ്റെയും കൂടെ പ്രിന്റ് എടുത്ത് വെക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരുപാട് നെഗറ്റിവിറ്റി ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മൾ ലീഗലായിട്ട് ചിലർക്കെതിരെ മാത്രം, അത് നാദിറയാണ് ആ ചോയ്സ് എടുക്കേണ്ടത്, നമ്മുടെ കോളല്ല, നാദിറയുടെ കോളാണത്. നാദിറ ചിലർക്കെതിരെ ലീഗലായിട്ട് കേസിന് പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓൾറെഡി ഇപ്പം ചിലപ്പോൾ ഓൺലൈൻ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നാദിറയുടെ ഇൻസ്റ്റാ ഹാൻഡിലൊക്കെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. നാദിറ കുറച്ചു പേർക്കെതിരെ കേസ് കംപ്ലൈൻറ്റ്സ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ആർക്കും കംപ്ലൈൻറ്റ്സ് ഒന്നും ഫയൽ ചെയ്യുന്നില്ല. നാദിറ ഡയറക്റ്റ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് എനിക്കിപ്പം ഓഡിയൻസിനോട് ചോദിക്കാറുള്ളത്. അപ്പൊ മീഡിയ വളരെ എന്താ പറയുക ലൈറ്റായിട്ട് എടുത്തുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. മീഡിയ നമുക്കൊരു സപ്പോർട്ട് തരുന്നതിന്റെ ഭാഗമായിട്ടാണ് നാദിറ നായികയാവുന്നു അല്ലെങ്കിൽ റോക്കി നായകനാവുന്നു, റോക്കിയുടെ ആദ്യ സിനിമ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടെ ഓഡിയൻസ് അതിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ കമന്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ ഫേക്ക് ഐഡീസ് ആണ്. ശശി പന്നലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മിനി സ്ക്രീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് നാദിറയ്ക്കെതിരായിട്ട്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു വേദിയിലൂടെ ഇവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നാദിറ അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലൂടെ. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സിന്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പറയുന്നതെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന് എനിക്ക് ഇത് കാണുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. എന്തായാലും അവരതൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഈ ഒരു ക്ലാരിഫിക്കേഷൻ ബേസിക്കലി പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സ് അല്ല, ദ പ്ലാൻ ബി എന്റർടൈൻമെന്റ്, അതായത് ദ പ്ലാൻ ബാലു എൻ്റെ പേരിലാണ്, എൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അപ്പം അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേര്. രണ്ട്, റോക്കിയും നാദിറയും ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എൻ്റെ രണ്ട് സുഹൃത്തുക്കളാണ്. അവർ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരല്ല നായകനും നായികയും. പിന്നെ ഈ ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യുന്നവരോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ലേ, ആരാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, ഞാനാടാ ഇങ്ങനെയുള്ള സിനിമ എടുക്കുന്നത്, പ്രൊഡ്യൂസർ കുത്തുവാള എടുക്കില്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. രണ്ട്, ഇപ്പം റോക്കി അല്ലെങ്കിൽ നാദിറ ഇവർക്കെതിരെയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം ഇവര് ഈ ബിഗ് ബോസ് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ വന്നിരിക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് രാമേശ്വരൻ എസ്കേപ്പ് ആയി, രാമേശ്വരനെ ആദ്യപാട് ഒന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഈ വന്നിരിക്കുന്ന ഈ നെഗറ്റീവ് കമന്റ്സ് മുഴുവൻ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ പോസിറ്റീവ് കമന്റ്സ് ആക്കി മാറ്റും എന്നുള്ളതാണ് എന്റെ കോൺഫിഡൻസ്.